ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അതായത് ഒരുപാട് പേരോട് ചോദിക്കുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നതാണ്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മതിയായി, അതല്ലെങ്കിൽ ഇനി എനിക്ക് അവരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത്, ഏകദേശം ഒരേപോലുള്ള കാര്യങ്ങളാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് എന്നുള്ളതാണ്. അതായത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പ്രണയിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതല്ല മാരീഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് സർക്കിൾ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ്. ഈ ഒരു കാര്യം ഒട്ടുമിക്ക ആളുകളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഫ്രണ്ട്സ് എങ്ങനെയുള്ള ആളുകളാണെന്നുള്ളത് അവർ നോക്കും. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, ഇതിൽ എത്ര പേര് ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട്, ഇങ്ങനെ അവർ നോക്കുന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി ഈ ബോയ്സിനോടൊന്നും സംസാരിക്കുന്നത് ഇവർക്ക് ഇഷ്ടാവില്ല എന്നുള്ളതാണ്. നേരെ തിരിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ സ്നേഹിക്കുന്ന പയ്യൻ മറ്റുള്ള പെൺകുട്ടികളോട് സംസാരിക്കുന്നത് തീരെ ഇഷ്ടാവില്ല. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അത് ചോദ്യമായി, അതല്ലാന്നുണ്ടെങ്കിൽ നീ ഇനി അവരോട് സംസാരിക്കരുത് എന്നുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു രീതിയായി, അതായത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എന്നൊരവസ്ഥയിലേക്കാണ് പിന്നെ വരിക. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യ്, ഇനി ഒരു കോൺടാക്റ്റും വേണ്ട, മെസ്സേജ് അയക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഇല്ലാതാവുകയോ ചെയ്യാം. മീൻസ് പല ബന്ധങ്ങളും നമുക്ക് അവിടെ ഇല്ലാതെയാവുന്നു, നഷ്ടമാവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് ഫീൽ ചെയ്യുക, ഇയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവളുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് നന്നായിട്ട് പോവില്ല, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, മീൻസ് എല്ലാത്തിനും ഒരു കൺട്രോളിങ് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തി ഒരു പേഴ്സൺ ഇട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതായത് നിന്റെ ഫ്രണ്ട്സ് ഇന്ന ആൾക്കാരോട് നീ സംസാരിക്കരുത്. അതിപ്പോൾ മോശമായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല, സംസാരിക്കരുത് എന്ന് പറയുന്നതിന് പ്രത്യേകമായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലാണ്ട് അവരോട് നീ സംസാരിക്കരുത്, ഇന്ന ആളുകളെ നീ ബ്ലോക്ക് ചെയ്യുക, ഇനി അവരെ കാണരുത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്, അത് ആൾക്ക് മനസ്സിലാകുമായിരിക്കും എന്നുള്ളത്. ആദ്യമൊക്കെ ഈ കാര്യം അതേപോലെ തന്നെയാണ്, സ്നേഹമുള്ളത് കൊണ്ടാണ്, എന്നോടുള്ള കെയറിങ് ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ ചിന്തയിൽ ചെറിയൊരു മാറ്റം വരുന്നുള്ളതാണ്. സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള പ്രശ്നം തന്നെ ആയിരിക്കാം, പക്ഷെ ആ സ്നേഹക്കൂടുതൽ ഒരു ടോക്സിക് എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ അവരുടെ ഫ്രണ്ട്സിനെ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകൾക്കുള്ള ഒരു നിർബന്ധമാണ്, എന്നോട് ചോദിച്ചിട്ട് തന്നെ അവൾ തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അവൻ എന്നോട് ചോദിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാവൂ. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 100 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 40-30 പേരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അതായത് എന്നോട് ചോദിച്ചിട്ടേ തീരുമാനം എടുക്കാവൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക ഇതും ഒരു ടോക്സിക് രീതിയിലേക്ക് പോകുന്ന റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ്, അതിന്റെ ഒരു സൈൻ തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. അതായത് ഇപ്പോൾ ഏതൊരാളാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോരോ ആൾക്കാരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഏറ്റവും ലാസ്റ്റത്തെ തീരുമാനം എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടുള്ളതായിരിക്കണം എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെ വരുന്ന സമയത്തും അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ യാതൊരു അവകാശങ്ങളും ഇല്ലാത്തതുപോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഫ്രീഡം എനിക്കില്ല എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ആ പേഴ്സണ് കഴിയണമെന്നില്ല. സോ അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്നത് ബ്രേക്കപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്റെ തീരുമാനങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് എടുക്കൂ എന്നുള്ള രീതിയിൽ പറയരുത്. പകരം നിനക്ക് നിന്റേതായ തീരുമാനങ്ങളുണ്ട്, നിന്റേതായ ഇഷ്ടങ്ങളുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും അതേപോലെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളുടെ തീരുമാനങ്ങൾ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കാതിരിക്കുക. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം. ഇങ്ങനെ ഒരു കാര്യം ഒട്ടുമിക്ക ആളുകളും പറയുന്നുണ്ട്. ഇത് അത്ര വലിയ പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിക്കും. അതായത് സ്നേഹം ഒരുപാടുള്ളത് കൊണ്ടാണ് കൂടെ എപ്പോഴും ഇരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നൊക്കെ വിചാരിക്കും. ശരിയാണ്, നമ്മൾ സ്നേഹിക്കുന്ന ആളെ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം എന്നും അവരോട് നമുക്ക് സംസാരിക്കണം എന്നൊക്കെ
ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു പരിധി വരെ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുക. ഒരു പരിധിയിൽ കവിഞ്ഞ് അവരെപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. അതായത് ആ ആൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. മീൻസ് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ, അങ്ങനെ മറ്റുള്ള ചുറ്റുമുള്ള ആളുകളെയും കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ആ ഒരു പേഴ്സണ്. നിങ്ങളെ മാത്രം നോക്കിയാൽ മതിയാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ആ ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ടൈം പോലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം ഉണ്ട്, അവരുടേതായിട്ടുള്ള മറ്റു ആളുകൾ അവരുടെ കൂടെ ഉണ്ട്. സോ അവരെയും കൂടെ കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രം സംസാരിച്ചിരിക്കാനോ നിങ്ങളുടെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും അയാളെ നിങ്ങളുടെ കൂടെ തന്നെ ഇരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാം ചിലപ്പോൾ അവർക്ക് പങ്കെടുക്കേണ്ട മറ്റു പരിപാടികൾ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാ പേഴ്സൺ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടാവുക എന്നെ എന്തോ അടക്കി പിടിച്ചിരിക്കുകയാണ്, മീൻസ് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊരു തോന്നല വ്യക്തിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയും നിങ്ങളുടെ കൈയെല്ലാം വിടിയിപ്പിച്ചൊന്ന് പുറത്ത് പോകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും പിന്നീട് അതന്നെയല്ലേ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം, എൻ്റെ ഹാപ്പിനെസ് ഇയാളിൽ മാത്രമാണുള്ളത്, ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അവരെ അവരുടേതായ വഴിക്ക് വിടാനായിട്ട് ശ്രമിക്കുക. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇഷ്ടങ്ങളെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആൺകുട്ടികൾക്കൊന്നും പെൺകുട്ടികളെ മീൻസ് ഡ്രസ്സിങ്ങിലൊക്കെ വളരെയധികം നോക്കുന്നവരുണ്ട്. ഈ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് പെൺകുട്ടികളും ഇതേപോലെ ആൺകുട്ടികളോട് പറയാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ മീൻസ് ഇപ്പോഴത്തെ പാച്ച് പാൻറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പാൻറ്റുകളൊന്നും ഇടരുത്, അങ്ങനെയൊക്കെ പറയുന്ന പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളില്ലേ. ഈ ഡ്രസ്സിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മളുടേതായിട്ടുള്ള സ്വന്തം റൈറ്റ്സ് ആണ്, സ്വന്തം അവകാശങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നമ്മൾ നീ അങ്ങനെ ഇടരുത്, നീ ഷോൾ ഇടാണ്ട് ചുരിദാർ ഇടരുത്, നീ മിഡിയം ടോപ്പ് ഇടരുത്, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ മേക്കപ്പ് എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അതായത് ഇങ്ങനെ മേക്കപ്പ് ഇടണം, അല്ലെങ്കിൽ ഇന്നതിട്ടാലേ ആ ഫേസിലെ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഫില്ലാവാത്തതുപോലെ ഉണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ മേക്കപ്പിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവരോട് പറയുകയാണ് നീ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യരുത്, അതായത് നീ ലിപ്സ്റ്റിക് ഇടരുത്, അല്ലെങ്കിൽ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടെ ഭംഗി ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. അതായത് നല്ല രീതിയിൽ ഒന്ന് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുന്ന കാര്യം. അപ്പൊ നമ്മൾ അതെല്ലാം ഇങ്ങനെ തടസ്സപ്പെടുത്തിയിട്ട് നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, ഞാൻ പറഞ്ഞത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതും ഒരു രീതിയിൽ കൺട്രോളിങ് തന്നെയാണ്. സോ ഇതും അവർക്ക് ഒരിക്കലും പരിഗണിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഇഷ്ടങ്ങളുണ്ട്, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആ വ്യക്തി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ആ ഇഷ്ടങ്ങളെ നിങ്ങൾ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകും. നേരെ മറിച്ച് അതിനെ അവഗണിക്കുക മാത്രമാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടങ്ങളെ അവരെ കൊണ്ട് പരിഗണിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇനി മുതൽ ഒരിക്കലും അവരുടെ ഇഷ്ടങ്ങളെ അവഗണിക്കാതിരിക്കുക, അവർക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈഗോ. ഇത് ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈഗോ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. രണ്ടുപേരും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കുലുങ്ങാതിരിക്കും. അവൻ എന്നോട് വന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഇവൾ എന്നോട് വന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കും. ചിലപ്പോൾ രണ്ടുപേരും ഇതേ രീതിയിലാണ് ചിന്തിക്കേണ്ടാവുക. അതായത് അവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വഴക്കുണ്ടായതായിരിക്കും, രാത്രി ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവില്ല എന്നുള്ളതാണ്. എന്നിട്ട് പിറ്റേ ദിവസം ഇതേപോലെ ഇരിക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ ഒരു ദേഷ്യത്തിൽ തന്നെയായിരിക്കും രണ്ടുപേരും ഇരിക്കുന്നുണ്ടാവുക. ഇതിങ്ങനെ നീണ്ടു പോകുന്നുള്ളതാണ്. ഇത് ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈഗോ കാണിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് നന്നായിട്ട് കൂടുതലാവും. രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കുറയും, പിന്നീട് അങ്ങോട്ട് ഗ്യാപ്പ് നല്ല രീതിയിൽ കൂടുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈഗോ ഉള്ളത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ രീതിയിൽ ഈഗോ പൊസസീവ്നെസ് ഇതൊക്കെ ഉള്ളത് കുഴപ്പമില്ല. പക്ഷേ അത് ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. റിലേഷൻഷിപ്പ് ഒന്നും ഒരിക്കലും നന്നായിട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈഗോ അങ്ങോട്ട് ഒഴിവാക്കുക.
അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ, അവനല്ല എന്നെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഇരുത്തം മാത്രമേ കിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധമായിരിക്കും അത്. ആ ബന്ധം പിന്നീട് അങ്ങോട്ട് ഇല്ലാതാവുന്നല്ലാതെ വേറെ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സോ ഈഗോ കാണിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഇതിൽ പെടുന്ന മറ്റൊരു കാര്യമാണ് എഫേർട്ട് എടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരാൾ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും റിലേഷൻഷിപ്പ് ഒരുപാട് കാലം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരാൾ മാത്രം എഫേർട്ട് എടുക്കുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യും, ഇതിപ്പോ ഈ റിലേഷൻഷിപ്പിന് ഞാൻ മാത്രമാണല്ലോ എഫേർട്ട് എടുക്കണുള്ളൂ, അവരുടെ ഭാഗത്തുനിന്നൊന്നും കാണാനില്ല, എന്നെ വിളിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കണം, ഇങ്ങനെയുള്ളത് ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്നോട് എന്തോ സ്നേഹക്കുറവുണ്ടെന്നുള്ളത് തോന്നും. നമ്മളെ ഇഷ്ടമല്ലാത്ത ആളുകളെ നമ്മൾ ആരും സ്നേഹിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ പേരിന് പറയും എന്നെ ഇഷ്ടമല്ലാത്ത ആളുകളെയും ഞാൻ സ്നേഹിക്കും, എന്നെ വെറുപ്പുള്ള ആളുകളെയും ഞാൻ സ്നേഹിക്കും എന്നൊക്കെ. അത് ചുമ്മാ പറയണതാണ്. നമ്മളോട് ഇങ്ങോട്ട് ഇഷ്ടം തരുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ടും സ്നേഹം കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈഗോ കാണിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അതേപോലെ റിലേഷൻഷിപ്പിന് എഫേർട്ട് ഒന്നും എടുക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അതായത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏകദേശം ഈ രീതിയിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ പറയുന്ന ക്യാരക്ടർ എല്ലാം പറഞ്ഞിട്ടുള്ള ഓരോ സ്വഭാവങ്ങളും നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന ഒരു സ്വഭാവം പോലും ഇന്ന് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് ഇത് ഒരുപാടൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. അതായത് എല്ലാവരും ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അടിപൊളിയായിട്ട് പോകുന്ന റിലേഷൻഷിപ്പുകളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്തിട്ട് അവരുടേതായ പേഴ്സണൽ സ്പേസ് കൊടുത്തിട്ട് രണ്ടുപേരും ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് റിലേഷൻഷിപ്പുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വരെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. മീൻസ് ഒരു ഫ്രണ്ടിനോട് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാതിരിക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്